പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 15-ാം വാക്യം പ്രകാരമാണ്. ദലീല സാംസനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും? നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ നീ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഞാനെന്നത് എൻ്റെ ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് ആദ്യം ചിന്തയുണ്ടാകുന്നത്. ചിന്ത ആശയങ്ങളാകുന്നു, ആശയങ്ങൾ വാക്കുകളാകുന്നു, വാക്കുകൾ പ്രവർത്തികളാകുന്നു. ഒരു ചിന്ത ഞാനെന്ന ഹൃദയത്തിൻ്റെ ഉടമയായ എന്നിൽ നിന്ന് വരുമ്പോൾ, ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ അവിടെ സ്നേഹം ഉത്ഭവിക്കുന്നു എന്ന ഒരു വലിയ തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. 2024 ഒക്ടോബർ 24-ാം തീയതി കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പ ഡെലിസിക് നോസ് എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു. ഡിലെക്സിത് നോസ്. 1673 വിശുദ്ധ മർഗരീത്ത മറിയം അലക്കോക്കിനെ ഈശോ തൻ്റെ ഹൃദയം വെളിപ്പെടുത്തി. അതിൻ്റെ 350-ാം വാർഷിക ദിനത്തിലാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഡിലെക്സിത് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചത്. സഹോദരരിൽ ഈശോയുടെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. ഫ്രാൻസിസ് പാപ്പ വീണ്ടും കുറേ കാര്യങ്ങൾ ലോകത്തോട് പറയണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ സംക്ഷിപ്ത രൂപമായിട്ടാണ് 2025 ഒക്ടോബർ 4-ന് ഒപ്പുവെക്കുകയും ഒക്ടോബർ 9-ന് റോമിലെ കാര്യാലയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത ഡിലെസിത്തെ ഞാൻ നിന്നെ സ്നേഹിച്ചു ലയോ പാപ്പയുടെ. ഫ്രാൻസിസ് പാപ്പ പറയാൻ ആഗ്രഹിച്ചതും ഈ കാലഘട്ടങ്ങളിൽ വേണ്ട കാര്യമായിട്ടുള്ള മാറ്റങ്ങളുടേതുമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ് ഡിലെസിത്തെ ഞാൻ നിന്നെ സ്നേഹിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു. ഫ്രാൻസിസ് പാപ്പയുടെ 4-ാമത്തെ ചാക്രിക ലേഖനമായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നുള്ളത് ലയോ പാപ്പയുടെ 1-ാമത്തെ ചാക്രിക ലേഖനമാണ്. എല്ലാത്തിൻ്റെയും കേന്ദ്രബിന്ദുവായിട്ട് 2 പരിശുദ്ധ പിതാക്കന്മാരും പറഞ്ഞു വെച്ചത് ഹൃദയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ലയോ പാപ്പ ഊന്നി പറയുന്നത് തൻ്റെ ചാക്രിക ലേഖനങ്ങളിലൂടെ അതിവേഗതയിൽ പായുന്ന സാമ്പത്തിക സ്ഥിതി, ദരിദ്രർക്ക് അതിനൊക്കെ എത്തിച്ചേരാൻ സാധിക്കാത്ത അവസ്ഥ, വിദ്യാഭ്യാസ മേഖലകളിൽ പോഷകാഹാരക്കുറവ്, അടിമത്തങ്ങൾ, ഇനിയും അതിജീവിക്കാൻ സാധിക്കാത്ത പ്രതിസന്ധികൾ, ഇതെല്ലാം നമ്മൾക്ക് ഹൃദയം കൊണ്ട്, സ്നേഹം കൊണ്ട് അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ 2 പരിശുദ്ധ പിതാക്കന്മാരും നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്. സ്നേഹമെന്ന ഒറ്റ വാക്കുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനം ഉൾക്കൊണ്ടുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ നിനക്കതെങ്ങനെ പറയാൻ സാധിക്കും എന്ന് ദലീല സാംസനോട് ചോദിച്ചതുപോലെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന മക്കളാകാനായിട്ട്, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ആ വലിയ സ്നേഹാഗ്നി ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം സ്നേഹിക്കുന്ന മക്കളായി തീരുവാനായിട്ട്, മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന സ്നേഹത്തിൻ്റെ ഉടമകളായിട്ട് തീരുവാനായിട്ട് സർവ്വശക്തൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.